നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി.വി. അൻവർ സഹകരിച്ചേക്കുമെന്ന സൂചനകൾക്കിടെ യു.ഡി.എഫിനെതിരെ പി.വി. അൻവർ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് പിന്തുണ നൽകിയിട്ടും യു.ഡി.എഫിന്റെ ഭാഗത്തുനിന്ന് ഒരു നന്ദിവാക്ക് പോലും ഉണ്ടായില്ലെന്ന് അൻവർ പറഞ്ഞു. സ്ഥാനാർത്ഥിയായിരുന്ന മിൻഹാജിനെ പിൻവലിച്ചപ്പോൾ അദ്ദേഹത്തെ യു.ഡി.എഫ് പ്രചാരണ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അതുണ്ടായില്ല. വോട്ടെടുപ്പ് ദിവസം ബൂത്തിലിരുന്ന് യു.ഡി.എഫ് പ്രവർത്തകർക്ക് ബിരിയാണി വെച്ചു നൽകിയത് മിൻഹാജിന്റെ നേതൃത്വത്തിലാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം പോലും മിൻഹാജിനെ വിളിച്ച് ആരും നന്ദി പറഞ്ഞില്ല. അപമാനിതനായതിന് പിന്നാലെയാണ് അദ്ദേഹം CPM-ൽ ചേർന്നതെന്ന് അൻവർ പറഞ്ഞു. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും യു.ഡി.എഫിന് പിന്തുണ നൽകി. പ്രിയങ്ക ഗാന്ധിക്കും ഏറ്റവും അധികം വോട്ട് വർദ്ധിച്ചത് നിലമ്പൂർ മണ്ഡലത്തിലാണ്. അന്ന് ആര്യാടൻ ഷൗക്കത്തും വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം പറഞ്ഞതാണ്. യു.ഡി.എഫിന് കത്ത് കൊടുത്തിട്ട് 4 മാസം കഴിഞ്ഞു. ഈ മാസം 2-ന് കോഴിക്കോട്ട് യു.ഡി.എഫ് യോഗം ചേർന്നപ്പോൾ ഈ കത്ത് ചർച്ച ചെയ്യുകയും താനുമായും സഹകരിച്ചു പോകാൻ തീരുമാനിച്ചതുമാണ്. അന്ന് യു.ഡി.എഫ് കൺവീനറായിരുന്ന M.M. ഹസൻ ഇക്കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് V.D. സതീശനെ ഏൽപ്പിച്ചതാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും അറിയിച്ചു. എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ച് ഒരു വിവരവുമില്ല. പലതവണ V.D. സതീശനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ല. പിണറായി വിജയനെ പുറത്താക്കാനാണ് താൻ രാജിവെച്ചത്. അങ്ങനെ വരുമ്പോൾ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിന്ന് ഈ ലക്ഷ്യത്തിലേക്ക് നീങ്ങണമെന്നാണ് കരുതിയത്. യു.ഡി.എഫ് അങ്ങനെ ചെയ്യുമെന്നാണ് കരുതിയത്. ആര്യാടൻ ഷൗക്കത്തുമായി വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന കാര്യത്തിനൊരു തടസ്സമല്ല. അദ്ദേഹമായുള്ള വിഷയം വേറെയാണ്. അതിവിടെ ചർച്ച ചെയ്യേണ്ടതില്ല. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇനിയൊരു ചർച്ചയിലേക്ക് കടക്കുന്നില്ല. സ്ഥാനാർത്ഥിയുടെ കുഴപ്പം കൊണ്ട് ഒരു വോട്ട് പോലും പോകരുത്. ഞാൻ എവിടെയാണ് അധിക പ്രസംഗം നടത്തിയത്? ഷൗക്കത്തുമായി വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ യു.ഡി.എഫ് ഒരു വലിയ സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ പോലും കുഴപ്പമില്ല. ഈ മാസം 15-ന് എറണാകുളത്തുള്ള ഒരു സുഹൃത്തു വഴി അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഉച്ചഭക്ഷണത്തിനു ശേഷം പിരിയുമ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇക്കാര്യങ്ങൾ വാർത്താ സമ്മേളനം വിളിച്ച് പറയുമെന്നാണ് അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പത്രക്കുറിപ്പ് കൊടുത്താലും മതിയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നേരിട്ട് തന്നെ വിശദീകരിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ പിന്നീട് ഒരു വിവരവുമില്ല. ഇതിനിടയിൽ അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. കോൺഗ്രസ് നേതൃത്വവുമായും ചർച്ചയ്ക്ക് ശ്രമിച്ചു. P. കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളുമാണ് ഒപ്പമുണ്ടെന്ന് അറിയിച്ചത്. അതേസമയം അൻവർ തെരഞ്ഞെടുപ്പുമായി സഹകരിച്ചാൽ ഒരുമിച്ച് പോകാമെന്ന് പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ പറഞ്ഞു. ഇന്ന് രാവിലെ CPM സെക്രട്ടറി പറഞ്ഞു യു.ഡി.എഫിൽ ഭയങ്കര കുഴപ്പമാണെന്ന്. യു.ഡി.എഫിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ ആരും ആശിക്കുകയും വേണ്ട. കാരണം യു.ഡി.എഫിൽ ഒരു കരിയില പോലും അനങ്ങാതെ എല്ലാവരും ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമാണ്. കോൺഗ്രസ് പാർട്ടിയിലെ മുഴുവൻ നേതാക്കന്മാരുടെയും ഏകകണ്ഠമായ തീരുമാനം. അത് മുഴുവൻ യു.ഡി.എഫ് നേതാക്കളുടെയും പൂർണ്ണമായ അനുമതിയോടുകൂടി സമ്മതത്തോടും കൂടിയാണ് ഏറ്റവും പെട്ടെന്ന് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഇവിടെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ ഇതിനു മുൻപേ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം ഭംഗിയായിട്ട് തുടങ്ങിയതാണ്. ഞങ്ങൾക്ക് ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ആ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം 24 മണിക്കൂറിനകം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും. ഇത് പരമ്പരാഗതമായ ഒരു യു.ഡി.എഫ് മണ്ഡലമാണ്. ചില പ്രത്യേക കാരണങ്ങളാലാണ് കഴിഞ്ഞ 9 വർഷം നമുക്കത് നഷ്ടപ്പെട്ടത്. അത് വലിയ ഭൂരിപക്ഷത്തിൽ, നിങ്ങൾക്കറിയാലോ യു.ഡി.എഫ് ജയിച്ചിരിക്കുന്നതെല്ലാം മഹാഭൂരിപക്ഷത്തിലാണ് ഉപതെരഞ്ഞെടുപ്പുകൾ. ആ മഹാഭൂരിപക്ഷം നിലമ്പൂരിലും ഉണ്ടാക്കാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അല്ലല്ല, അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. അത് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ഞങ്ങൾ ഒരുമിച്ച് പോകും. ഞങ്ങൾ അതിൻ്റെ അത് അല്ലല്ല, അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി, ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി, യു.ഡി.എഫിന്റെ പ്രവർത്തനവുമായി അദ്ദേഹം സഹകരിച്ചു പോകണോ വേണ്ടയോ എന്ന് അദ്ദേഹം എടുക്കുന്ന വ്യക്തിപരമായ തീരുമാനമാണ്. ഞാൻ പറയട്ടെ അദ്ദേഹം എടുക്കേണ്ട വ്യക്തിപരമായ തീരുമാനമാണ്. ആ തീരുമാനം അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ യു.ഡി.എഫിന്റെ അഭിപ്രായം. അത് ഞങ്ങളോട് പറഞ്ഞാലല്ലോ, അദ്ദേഹം ഞങ്ങളോടല്ലല്ലോ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോടല്ല പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളോടല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത്, നിങ്ങൾ എത്ര ചുഴിഞ്ഞു ചോദിച്ചാലും ഒരു വാക്ക്, നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും ഞാൻ ഈ പറഞ്ഞതിന്റെ അപ്പുറം കിട്ടില്ല. ഞാൻ പറഞ്ഞതിൽ വ്യക്തതയുണ്ടല്ലോ. ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി പൂർണ്ണമായി സഹകരിച്ച് പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹം ആ തീരുമാനം എടുത്ത് ആ തീരുമാനം പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ യു.ഡി.എഫിന്റെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു. അല്ലല്ല, നിങ്ങൾ ഐ ഹവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. പറഞ്ഞല്ലോ, ഒറ്റ 2 സെന്റൻസേ ഉള്ളു. അല്ലല്ല, ഒരു ചോദ്യം വേണ്ട, 2 സെന്റൻസാണ് ഞാൻ പറഞ്ഞത്.
ക്ലിയർ അല്ലേ? അതിൻ്റെ അകത്ത് എന്തെങ്കിലും അവ്യക്തതയുണ്ടോ? അല്ലല്ല, അവ്യക്തത വല്ലതുണ്ടോ? ഒരു അവ്യക്തതയില്ലല്ലോ. മലയാളത്തിലെ 2 വാചകമാണ് ഞാൻ പറഞ്ഞത്. ഒരു അവ്യക്തതയില്ല. അതല്ലേ പറഞ്ഞത്, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് ആ റേസിൽ ഞങ്ങൾ വളരെ മുന്നിൽ എത്തി. ഇതിനു മുമ്പ് തന്നെ ഞങ്ങൾ എത്തി, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ. ഏത് കാരണം ഞങ്ങളിവിടെ ഏകദേശം 10,000-ഓളം വോട്ടുകളാണ് ഇവിടെ മൊത്തമായി ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ 8,000-ലധികം വോട്ടുകൾ ചേർത്തത് UDF ആണ്. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ തുടക്കം ഇന്ന് നിയോജകമണ്ഡലം നേതൃയോഗത്തോടെ ആരംഭിച്ചിരിക്കുകയാണ്. പ്രവർത്തന പരിപാടികൾ ചോക്കൌട്ട് ചെയ്ത് ഏറ്റവും ശക്തമായ മുന്നേറ്റം നടത്തുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ യോഗത്തിൽ ആലോചിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, പഞ്ചായത്ത് തല യോഗങ്ങൾ, ബൂത്ത് തലത്തിലുള്ള ഗൃഹസന്ദർശനം ഉൾപ്പെടെയുള്ള പ്രവർത്തന പരിപാടികളുമായിട്ട് UDF മുന്നോട്ട് പോകുന്നു. വലിയ വിജയപ്രതീക്ഷയിലാണ്. സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളെ തുറന്നു കാട്ടാൻ ഇതിനു മുൻപ് കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം പോലെ തന്നെ UDFന് വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരാൻ നിലമ്പൂരിൽ സാധിക്കും. ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധിച്ചു. പ്രചരണ രംഗത്ത് മുൻകൈ നേടി UDF മുന്നോട്ട് പോവുകയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് UDFന്റെ വിജയത്തിനു വേണ്ടി അണിനിരന്നു കഴിഞ്ഞു.